ഇത് നമ്മൾ കുറേ ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഇറാൻ ഇസ്രായേൽ US ആക്രമണം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. ഇറാനിലേക്ക് ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടുകൂടി ഒരു ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 30 ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൽ 3 ഇടങ്ങളിൽ ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. ഗംനിയുടെ ഓഫീസും അടുത്തേക്ക് അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ റിപ്പബ്ലിക് ഏരിയയിൽ, യൂണിവേഴ്സിറ്റി സ്റ്റേറ്റിൽ, ടെഹ്റാനിൽ, നഗരമധ്യത്തിലൊക്കെ വൻ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചെങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നൊരു ഉറ്റുനോക്കിക്കൊണ്ട് ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ലോകം. അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്, ആക്രമണം ഉണ്ടായതോടുകൂടി തന്നെ ഇസ്രായേൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. വ്യോമപാതകൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ സംഘർഷം അല്ലെങ്കിൽ ആ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്ങനെയായിരിക്കും ഇറാൻ തിരിച്ചു പ്രതികരിക്കുന്നത്? അതെങ്ങനെയായിരിക്കും ഇവരൊന്ന് താങ്ങാൻ പോകുന്നത്? ഇന്നലെ രാത്രി മുതൽ തന്നെ ഒരു യുദ്ധം ഉടൻ ഉണ്ടാകുമെന്നതിൻ്റെ പല സൂചനകളും കിട്ടിയിരുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ ആദ്യം കൊടുത്ത വീഡിയോ നമ്മൾ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. 2 മണിക്കൂർ മുമ്പ് ഈ യുദ്ധം തുടങ്ങുന്നതിന് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് നമ്മൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്തു. അതിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്, ഉടൻ തന്നെ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടക്കും. അതിൻ്റെ എല്ലാ സൂചനകളും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. കൃത്യം 1.5 മണിക്കൂറിനുള്ളിൽ ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ ഫോളോ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടാണ്. നമ്മുടെ വിശകലനങ്ങൾ വളരെ ശരിയാണ്. അതനുസരിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി പറയുന്നൊരു കാര്യം. പക്ഷേ ഇതൊരു യുദ്ധമായതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല, പക്ഷേ അല്ലെങ്കിൽ സന്തോഷിക്കാനൊന്നുമില്ല. നമ്മൾ പറയുന്നത് അതുപോലെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക. പക്ഷേ അതിനപ്പുറം ഇത് ഒരു വലിയ ആശങ്കയും ദുഃഖവും അതുപോലെ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന നിലയിലേക്കുള്ള ചർച്ചകളുമൊക്കെ നടക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ചും ഇന്നലെ രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി പൊടുന്നനെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവരുടെ പൗരന്മാരോട് ഇസ്രായേലിൽ നിന്ന് എത്രയും പെട്ടെന്ന് കുടുംബത്തോടൊപ്പം മുങ്ങിക്കോളാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഇറാനിലെ പല രാജ്യങ്ങളും ഇറാനിലുള്ള തങ്ങളുടെ ജനങ്ങളോടും വിട്ടുപൊക്കോളാൻ പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഖത്തറിലെ അമേരിക്കൻ എയർബേസിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളൊക്കെ രാത്രിക്ക് രാത്രി ഇസ്രായേലിലെത്തി, ബെൻഗുരിയൻ എയർപോർട്ടിലെത്തി. എന്ന് മാത്രമല്ല, USS ജെറാൾഡ് 4 എന്ന് പറയുന്ന അമേരിക്കയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പൽ അവർ ഇറാൻ്റെ തീരത്ത് നങ്കൂരമിട്ടു. ഇതൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ സംഭവിച്ച കാര്യങ്ങൾ. അതായത് ഒരൊറ്റ ലൈനിലാണ് ഇതെല്ലാം വരുന്നത്. തൊട്ടു പിന്നാലെ ട്രംപ് പറയുന്നു, ഞങ്ങൾക്ക് ഇറാനെ ആക്രമിക്കണമെന്നില്ല, ഒരു യുദ്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷേ ചില ദുരന്തങ്ങൾ ഇറാന് വരാനുണ്ട് എന്ന് പറയുന്നു. അത് സംഭവം കൃത്യമാണ്. അമേരിക്കയല്ല ആക്രമിച്ചത്, ഇസ്രായേലാണ്. ഈ ആക്രമണത്തിന് ശേഷം ട്രംപ് അല്പസമയം മുമ്പ് പറഞ്ഞത് ഇതൊരു സംയുക്ത ആക്രമണമാണ്. പക്ഷെ സംയുക്ത ആക്രമണമാണെങ്കിൽ പോലും അത് അമേരിക്കയല്ല, ഇസ്രായേലാണ് ലീഡ് ചെയ്തത്. അപ്പോൾ ഇതിലൂടെ 2-3 കാര്യങ്ങൾ അമേരിക്ക സുരക്ഷിതമാക്കുന്നുണ്ട്. ഒന്ന്, ഇസ്രായേലിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇറാൻ ഭയാനകമായ രീതിയിൽ തിരിച്ചടിക്കും. അത് ഇസ്രായേലിന് നേരെയായിരിക്കും ആദ്യം ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിന് നേരെ ഇറാൻ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ ഇറാൻ യുദ്ധം എന്ന നിലയിലേക്ക് ഇത് മാറുകയും അമേരിക്ക ഒരു വശത്ത് ഈ ഇറാനുമായി ആണവായുധ ചർച്ചകൾ നടത്തുകയും മറുവശത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഇത് നിരന്തരമായിട്ട് അമേരിക്ക ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം, ഗസ യുദ്ധത്തിൽ ഒരു വശത്ത് ഹമാസിനെ ആക്രമിക്കാനുള്ള മുഴുവൻ ആയുധങ്ങളും അമേരിക്ക കൊടുക്കുകയാണ്, മറുവശത്ത് സമാധാന ചർച്ചയ്ക്ക് ഈജിപ്തിനെയും ഖത്തറിനെയും ചുമതലപ്പെടുത്തി. രണ്ടും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അതേ ലൈനിലേക്ക് തന്നെ ഇറാൻ-ഇസ്രായേൽ വിഷയത്തെ അമേരിക്ക വിദഗ്ധമായി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതാണിപ്പോൾ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ തന്നെ ഇനി അമേരിക്കയുടെ സ്റ്റാൻഡാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അമേരിക്ക പറയുന്നത്, ഞങ്ങൾക്കൊരു യുദ്ധം താല്പര്യമില്ല, ഇതൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണമാണ് എന്നാണ് ആദ്യം തന്നെ ഇവർ പറയുന്നത്. ഇസ്രായേൽ തിരിച്ചടി ഭയക്കുന്നുണ്ട്, അമേരിക്ക തിരിച്ചടി ഭയക്കുന്നുണ്ട്. പക്ഷേ അതിനവർ നൽകുന്ന ന്യായീകരണം, ഈ ആക്രമണത്തിന് അവർ നൽകുന്ന ന്യായീകരണം ഇതൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണം. ആ പ്രതിരോധം എന്ന് പറയുന്നത്, ഇറാൻ ആണവ ബോംബുകൾ വരെ നിർമ്മിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. അതുപോലെ തന്നെ ഇറാൻ ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തിയത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ആണ്. ഇറാൻ സമുദ്രാതിർത്തികളിൽ വലിയ സന്നാഹങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ലോകം കണ്ടതാണ്. ഇറാൻ അത് കാണിച്ചിട്ടുള്ളതാണ്. റഷ്യയുമായും ചൈനയുമായും ഒക്കെ ചേർന്ന് ഹോർമുസ് കടലിടുക്കിലടക്കം വലിയ അഭ്യാസങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ പുതിയ ഡ്രോണുകളും മിസൈലുകളും അണ്ടർഗ്രൗണ്ട് മിസൈൽ നഗരങ്ങളും ഇറാൻ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇറാൻ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് ജനീവ ആണവ ചർച്ചയിൽ പോലും വീണ്ടും പറയുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ കരുത്തുറ്റൊരു രാജ്യമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ആർക്കും തടയാൻ കഴിയുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു രാജ്യത്തെ തകർക്കുന്ന വിധത്തിൽ ആ രാജ്യത്തിനുള്ളിൽ വലിയ ആഭ്യന്തര കലാപം നടന്ന സമയത്താണ് ഈ അമേരിക്കയും ഇവരെ ആക്രമിക്കാൻ വരുന്നത്.
ആ സമയത്ത് ഒരു പരിഭ്രമവുമില്ലാതെ നിരന്തരമായിട്ട് ഇറാൻ ഇവരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്നാഹങ്ങൾ ഇറക്കുകയാണ്. ഇപ്പോൾ ദാ ചൈനയിൽ നിന്ന് കപ്പൽ വേധ മിസൈലുകൾ ഒരു വലിയ ലോഡ് അവർ ഇറക്കിയിട്ടുണ്ട് ഇറാൻ. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. അതായത് കപ്പലുകളെ തകർക്കാൻ, പടക്കപ്പലുകളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകൾ വാങ്ങുന്നു. അതുപോലെ റഷ്യയിൽ നിന്ന് ആധുനികമായ പുതിയ റോക്കറ്റ് ലോഞ്ചറുകൾ വാങ്ങുന്നു. ഇതൊന്നും പോരാണ്ട് അമേരിക്കയോട് പറയാണ്, ഞങ്ങൾക്ക് കുറച്ച് യുദ്ധവിമാനങ്ങൾ വേണം, നിങ്ങൾ തരണം. അത് കഴിഞ്ഞ ജനീവ ചർച്ചയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു തരത്തിലും പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല. ഇറാനെ ഏതെങ്കിലും തരത്തിൽ തളർത്താൻ പറ്റുന്നില്ല, തകർക്കാൻ പറ്റുന്നില്ല, പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയാണെങ്കിൽ യുദ്ധഭീഷണി മുഴക്കിയിട്ട് അവർക്കൊട്ട് യുദ്ധം ചെയ്യാനും പറ്റുന്നില്ല, കാരണം അറബ് രാജ്യങ്ങളിടയും. അപ്പോൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്ത്രപരമായി എക്സിക്യൂട്ട് ചെയ്തൊരു യുദ്ധമാണ്. അതായത് ഈ ആക്രമണത്തിലൂടെ അറബ് രാജ്യങ്ങൾ ഒരു തരത്തിലും അമേരിക്കയെ കുറ്റപ്പെടുത്താൻ സാധ്യതയില്ല. കാരണം അമേരിക്കയല്ല യുദ്ധം ചെയ്തത്. ഇസ്രായേൽ അവരുടെ പ്രതിരോധത്തിന് വേണ്ടി ആക്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു അലയൻസ് ഉള്ള രാജ്യമാണ്, അവർ ചോദിച്ചു, ഞങ്ങൾ അവർക്ക് വേണ്ട സഹായം ചെയ്തു എന്നതിനപ്പുറം ഇത് അമേരിക്ക ഇനിഷ്യേറ്റീവ് എടുത്ത യുദ്ധമല്ല എന്ന നിലയിലേക്ക് അമേരിക്കയ്ക്ക് ഇത് കാണിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, അടുത്ത വിയന്നയിൽ ഒരു ചർച്ച നടക്കാൻ പോകുന്നുണ്ട്, ആണവ ചർച്ച. ആ ചർച്ചയിൽ അമേരിക്കയ്ക്ക് പറയാം, ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത്, അപ്പോൾ നിങ്ങൾ ആണവ കരാറിൽ ഒപ്പിട്ടാൽ ഈ ആക്രമണം നിൽക്കും, നമുക്ക് സമാധാനപരമായി പോകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്മർദ്ദമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഏതോ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രം അതിന്റെ സൈനികപരമായ വളർച്ച നടത്തുന്നത് കൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് ഇവിടെ സംഭവിക്കുന്നത്, അല്ലേ? അല്ല, ഇത് പ്രതിരോധം എന്നല്ല, ഇത് തോന്നിവാസമാണ്. ശരി, അതാ ഞാൻ ചോദിച്ചത്. ഒരു രാജ്യം ആ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ മറ്റൊരു രാജ്യത്തിന് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പം ഇറാനെ സംബന്ധിച്ച് അവരുടെ പരമാധികാര രാഷ്ട്രമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത്. ഒരു രാജ്യമായി ലോകം അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന് അതിൻ്റെതായ പരമാധികാരമുണ്ട്, അവർക്ക് അവരുടെ ആത്മാഭിമാനമുണ്ട്. അവരുടെ പ്രതിരോധം എന്നുള്ളത് അവരുടെ മാത്രം ചുമതലയാണ്. ആ രാജ്യത്തെ ശ്രദ്ധിച്ചു നോക്കൂ, ഏത് യുദ്ധം വരുമ്പോഴും ആ രാജ്യം ഒറ്റയ്ക്കാണ് നിന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇസ്രായേലും ഇറാനും സംയുക്തമായി ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിച്ച സമയത്ത് ഇറാൻ ഒറ്റയ്ക്കാണ് നിന്നിട്ടുള്ളത്. അവർ ആരുടെയും സഹായത്തിന് പോയിട്ടില്ല. ഇസ്രായേൽ പൊടുന്നനെ അമേരിക്കയെ സഹായത്തിന് വിളിക്കും, ഇസ്രായേൽ ലോകരാജ്യങ്ങളോട് സഹായം ചോദിക്കും. അങ്ങനെ ഇസ്രായേലിനൊക്കെ നിലനിൽക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോഴാണ് ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയത്. അത് ഒരിക്കലും ഒരു സഹായം തേടലല്ല, ഒരു സംയുക്തമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ്. അല്ലാതെ ഇസ്രായേൽ അമേരിക്കയുടെ കാലിൽ വീഴുന്ന പോലത്തെ പരിപാടിയല്ല. പക്ഷേ ഇവിടെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു രാജ്യമാണ്. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്കുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അത് ആർക്കാണ് ഭീഷണി? ലോകരാജ്യങ്ങൾക്കൊന്നും ഒരു ഭീഷണിയല്ല, ഭീഷണി ഇസ്രായേലിനാണ്. ഇസ്രായേലിൻ്റെ ഭീഷണി അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക യുദ്ധത്തിന് ഇസ്രായേലിനോടുകൂടി ഇറങ്ങി പുറപ്പെടുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ചിത്രം തുടങ്ങുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കരുതുന്നത് അമേരിക്കയെ ഇസ്രായേൽ ഇളക്കി വിട്ട് അമേരിക്കയെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്നു. പക്ഷെ കാര്യങ്ങൾ മാറി മറിയുകയാണ്. അമേരിക്ക ഇസ്രായേലിന് തുള്ളുന്ന പാവയാണെന്ന് ഇസ്രായേൽ ഇത് കരുതിയപ്പോൾ അങ്ങനെയല്ല. അമേരിക്ക വളരെ സേഫായിട്ട് മാറി നിന്ന് ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് അമേരിക്ക ഇപ്പോഴും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആർക്കും അമേരിക്കയെ കുറ്റം പറയാനില്ല. അല്ല, ഇവിടെ അമേരിക്കയുടെ നയം അതാണ്, ഒരിടത്ത് ഇളക്കി വിടുക, മറുവശത്ത് സമാധാനം സംസാരിക്കുക. ഇസ്രായേൽ കരുതിയിരുന്ന തിരിച്ചാണ്. ഇസ്രായേലിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്ക ആക്രമിക്കും, ഇസ്രായേൽ അതിനുവേണ്ടിയാണ് അമേരിക്കയിൽ പോയത്. നെതന്യാഹു ട്രംപിനെ കണ്ടതൊക്കെ ട്രംപിനെ മുൻനിർത്തി മുന്നോട്ട് പോകാമെന്നാണ്. പക്ഷേ അതിന് ട്രംപ് തയ്യാറായി ട്രംപ് യുദ്ധത്തിന് ഇറങ്ങി. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിക്കുന്ന പരിപാടിയല്ല, പണി നമ്മുടെ പടക്കപ്പലടക്കം എല്ലാം പോവും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇറാനെ നേരിട്ട് ആക്രമിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക വരുന്നത്. കാരണം അറബ് രാജ്യങ്ങൾ എതിരാകുന്നു, ബ്രിട്ടൻ, ഒപ്പമുള്ള നാറ്റോ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ ബ്രിട്ടൻ പോലും എതിരാകുന്നു. ഈ ഘട്ടത്തിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇപ്പോൾ ഇനി ചിന്തിക്കാനുള്ളത് ഇറാൻ്റെ പ്രത്യാക്രമണം എത്രത്തോളം രൂക്ഷമായിരിക്കും, ഇറാൻ ഏത് വിധത്തിലാണ് ഇതിനൊക്കെ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്. അത് ഒരു വലിയ പോയിന്റാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരിക്കും. ഇപ്പോൾ ഖാംനെയുടെ ഓഫീസിനരികിലാണ് ഈ സ്ഫോടനം ഉണ്ടായത്. പക്ഷെ ഖാംനെയെ തൊടാൻ പറ്റിയിട്ടില്ല, മസൂദ് പെഷഷ്കിയാൻ എന്ന പ്രസിഡന്റിനെ തൊടാൻ പറ്റിയിട്ടില്ല, IRGCയുടെ തലവന്മാർ ആരെയും തൊടാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്? ഇവർ ഈ യുദ്ധ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നേരത്തെ മാറിയിട്ടുണ്ട്. അവരെവിടെയാണെന്ന് പോലും ഈ പറയുന്ന അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സൂചന കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഉപരിതലത്ത് കുറേ സ്ഫോടനങ്ങൾ നടത്താം എന്നുള്ളതല്ലാതെ, കാരണം ഇറാൻ്റെ ആയുധ ശേഖരം തൊടാൻ പറ്റില്ല, ഇത് ഭൂമിക്കടിയിലാണ്. ആണവ കേന്ദ്രങ്ങൾ തൊടാൻ പറ്റില്ല, അതും ഭൂമിക്കടിയിലാണ്. ഈ സൈനിക തലവന്മാർ, ശാസ്ത്രജ്ഞർ, ഖാംനെയി, അതുപോലെ മസൂദ് പെഷഷ്കിയാൻ തുടങ്ങിയ ആളുകൾ മുഴുവൻ അണ്ടർഗ്രൗണ്ടിലാണ്. അത് ഒളിവിൽ പോവുക അല്ലെങ്കിൽ പേടിച്ചോടുക എന്ന നിലയിലൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ഇറാൻ്റെ ഒരു രീതി അതാണ്, ആ രാജ്യത്തിൻ്റെ ഒരു ശൈലി അതാണ്. അവരുടെ ആണവായുധങ്ങൾ അല്ലെങ്കിൽ ആണവോർജ്ജം എന്ന് പറയുന്നില്ല, ആണവോർജ്ജം ഉണ്ടാക്കുന്നത്, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത്
അണ്ടർഗ്രൗണ്ടിലാണ്. അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ആയുധ ശേഖരങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ അല്ലെങ്കിൽ മിസൈലുകൾ തുടങ്ങിയ എല്ലാ സാധനവും അവർ അണ്ടർഗ്രൗണ്ടിലാണ് സൂക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട വളരെ വളരെ പ്രത്യേകതകളുള്ള ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു രാജ്യമാണ്. ജിയോഗ്രഫിക്കലായിട്ട് ഒരുപാട് സവിശേഷതകളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവർ പ്രകൃതി തന്നെ വലിയ പ്രൊട്ടക്ഷൻ മലനിരകളിലൂടെ ഇറാന് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഈ അവരുടെ ഭൂപടം പരിശോധിച്ചറിയാം. അതുകൊണ്ടാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടിട്ട് ഒന്നും സംഭവിക്കാതിരുന്നത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടിട്ടിട്ടും ഇറാനൊന്നും സംഭവിക്കാത്ത, ആണവ കേന്ദ്രങ്ങൾ തകരാത്തത് അവരുടെ ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു ശൈലിയാണ് ഇറാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവനക്കാരും അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഒക്കെ അത്തരം ഒളിയിടങ്ങളിലേക്ക് പോകും. ഒളിയിടങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലം. ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം ബങ്കറിലേക്ക് പോകുന്നത് അത്ര വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നെതന്യാഹു കുറേ കാലം ബങ്കറിലായിരുന്നു. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് വാർ ക്യാബിനറ്റ് ബങ്കറിനുള്ളിൽ വെച്ച് നടത്തേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരുന്നു. അപ്പം ഈ ബങ്കർ എന്നുള്ളതല്ല ഇവിടെ വിഷയം, പക്ഷേ ഇവരെവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ട്. അപ്പം ഈ ആക്രമണത്തിലൂടെ ഇറാനെ ഒന്ന് പേടിപ്പിക്കുക അല്ലെങ്കിൽ ഇറാനൊരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നതിനപ്പുറം ഇറാൻ്റെ ഭരണാധികാരികളെ പിടികൂടുക അല്ലെങ്കിൽ അവരെ വധിക്കുക, അവരെ കണ്ടെത്തുക, അത്തരം നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആയുധശേഖരം ഇല്ലാതാക്കുക എന്നതിലേക്കൊന്നും പോകാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ആക്രമണത്തിൽ ഇറാൻ്റെ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിരുന്നു, പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിരുന്നു, IRGCയുടെ പ്രധാനപ്പെട്ട കമാൻഡർമാർ കൊല്ലപ്പെട്ടിരുന്നു, തലവൻ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ ജൂണിൽ ആക്രമണം ഉണ്ടായപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഇറാൻ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇൻ്റലിജൻസ് വീഴ്ചയായിരുന്നു എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഭയങ്കരമായിട്ട് ഇറാൻ മാറി. അവരുടെ ഇൻ്റലിജൻസ് വളരെയധികം അവർ സ്ട്രെങ്തൻ ചെയ്തു. അതുകൊണ്ടാണ് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടും ആ രാജ്യം തകരാതിരുന്നത്. ആ രാജ്യം അത് മറ്റൊരു രാജ്യത്താണ് ആഭ്യന്തര കലാപമെങ്കിൽ കഴിഞ്ഞു. കാരണം സമാനമായ സമയത്താണ് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടത്. ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ബംഗ്ലാദേശിൽ ഇതേപോലെ ജൻസി കലാപം പൊട്ടിപ്പുറപ്പെടുന്നു, അവിടുത്തെ ഭരണം പിടിക്കുന്നു, ജനങ്ങൾ ഇളകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് സാധിച്ചില്ല. ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി, അടിച്ചമർത്താൻ പറ്റി, രാജ്യവിരുദ്ധ ശക്തികളെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും സ്പോൺസർ ചെയ്തിട്ടാണ് ഈ ഒരു ജൻസി കലാപത്തിലുള്ള ശ്രമങ്ങൾ ഇറാനിൽ നടന്നത് എന്നാണ് ഇറാൻ കണ്ടെത്തിയത്, IRGC കണ്ടെത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു ഓപ്പറേഷൻ നടത്തിയിട്ടും അമേരിക്കയ്ക്ക് അവിടെ പരാജയമായിരുന്നു ഫലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു സമ്മർദ്ദ തന്ത്രം. ഇനി ഇപ്പോൾ 3 ചർച്ചകളിൽ ഇറാൻ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു, നിലപാടിൽ നിന്ന് മാറുന്നില്ല. ആണവോർജ്ജം ഞങ്ങൾ ഉണ്ടാക്കും, യുറേനിയം സമ്പുഷ്ടീകരിക്കുമെന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ വിയന്നയിൽ യോഗം നടക്കുന്നതിന് മുമ്പുള്ള ഒരു പേടിപ്പിക്കൽ, ഒരു പരിമിതമായ യുദ്ധം അല്ലെങ്കിൽ ഒന്ന് ആക്രമിച്ച് തിരിച്ചു പോക്ക് എന്നതിനപ്പുറം ഒരു വലിയ യുദ്ധമായി ഇത് കൊണ്ടുപോകാൻ അമേരിക്കയും ആഗ്രഹിക്കുന്നു. അമേരിക്ക അങ്ങനെ ആഗ്രഹിക്കില്ലായിരിക്കും, പക്ഷേ ഇറാൻ തിരിച്ച് പ്രതികരിക്കാതിരിക്കില്ലല്ലോ. ഇറാൻ തീർച്ചയായും പ്രതികരിക്കും. ആ ഇറാന്റെ പ്രതികരണം എത്തരത്തിലുള്ളതായിരിക്കും എന്നതിനനുസരിച്ച്. അത് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ സൈനിക വക്താവ് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ കുറവാണ്. ഒരു റഷ്യ യുക്രൈൻ സംഘർഷം നടക്കുന്ന സമയത്ത് ഒരുപാട് ആയുധങ്ങൾ യുക്രൈനിന് കൊടുക്കുന്ന ഒരവസ്ഥ അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട്, ഇസ്രായേലിനും കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആയുധശേഖരം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും അമേരിക്കക്ക് അതിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? എല്ലാം കൂടി അമേരിക്ക ഒരു സമ്മർദ്ദത്തിലാവുന്ന അവസ്ഥയിലേക്ക് മാറുമോ? അല്ല, അത്രയും സമ്മർദ്ദം അമേരിക്കയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിച്ചത്. ധാർമ്മികമായി അമേരിക്ക സംയുക്ത ആക്രമണം എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് വേണ്ടിയുള്ള ആക്രമണം, അല്ലാതെ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ നേരിട്ട് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ പടക്കപ്പലുകളിൽ നിന്നായിരിക്കും ആക്രമണങ്ങൾ ആദ്യം ഉണ്ടാവുക എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല. ഇത് ഇസ്രായേലിനെ മുന്നിൽ നിർത്തി അമേരിക്ക കളിക്കുന്ന ഒരു ഗെയിം പ്ലാനാണ്. എന്തായാലും ഇതിൻ്റെ പ്രത്യാക്രമണം അതിരൂക്ഷമായിരിക്കും. അത് എത്ര നാളുണ്ടാകും, അതിൻ്റെ തീവ്രത എന്തായിരിക്കും എന്നതനുസരിച്ചിരിക്കും ഇതിൻ്റെ ഭാവി. ഒരു പരിധി കഴിഞ്ഞാൽ ഇത് കൈവിട്ടു പോകും, ലോക യുദ്ധത്തിലേക്ക് പോകും. ഇറാൻ ഈ പറയുന്നത് പോലെ കടലിടുക്കുകളൊക്കെ അടച്ചാൽ ഒരു വലിയ മഹാപ്രതിസന്ധി പശ്ചിമേഷ്യയും സാമ്പത്തികമായിട്ടും വ്യാവസായികപരമായിട്ടും ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെയുള്ള വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പൊറുതിമുട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മളൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. പശ്ചിമേഷ്യയിലും ലോകരാജ്യങ്ങളിലും യൂറോപ്യൻ യൂണിയനിലും അമേരിക്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്രയും ഭീകരമായ ഒരവസ്ഥയിലേക്ക് പോകാൻ ഗ്രാവിറ്റിയുള്ള ഒരു യുദ്ധത്തിൻ്റെ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ജൂണിലൊക്കെ സംഭവിച്ചതുപോലെ ഒരു പരിമിതമായ ഒരു യുദ്ധമായി ഇത് ചുരുങ്ങട്ടെ എന്ന് പ്രത്യാശിക്കുക എന്നുള്ളതേ ഉള്ളൂ. കൈവിട്ടു പോയാൽ അത് ആർക്കും ഗുണകരമാകില്ല.